നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നു മുതൽ GSTയിൽ പുതിയ ഇളവ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരുപാട് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. ഇന്നു മുതൽ നമുക്കത് കുറച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ 28%, 5% മുതൽ 28% വരെയായിരുന്നു നികുതി ഏർപ്പെടുത്തിയിരുന്നത്, GST ഏർപ്പെടുത്തിയിരുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു 1,00,000 രൂപയുടെ സാധനം, ഒരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ 1,28,000 രൂപ അടക്കണം. 28,000 രൂപ GST ആണ്, അതടക്കണം. ആ 28,000 ഇന്ന് പല സാധനങ്ങൾക്കും കുറയും. 5% മുതൽ 28% വരെയായിരുന്നു സംസ്ഥാനത്തും രാജ്യത്തും നികുതി ഏർപ്പെടുത്തിയിരുന്നത്. ഇത് മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോകുന്ന സമയം, അതായത് 2014 നിത്യോപയോഗ സാധനങ്ങളൊക്കെ 5% നികുതിയെ നിലവിലുണ്ടായിരുന്നുള്ളൂ. അതിലൂടെ നരേന്ദ്രമോദിയുടെ GST കൊണ്ടുവരലും ആ GST 18% വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏർപ്പെടുത്തി. ഇന്നിപ്പം പല സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലം ഒടുവിൽ ആ GST കുറച്ചു കൊണ്ടുവരാൻ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടി വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുമാത്രമല്ല, അത്യാവശ്യം വേണ്ടത്ര നികുതി പെട്രോളും ഡീസലും കിട്ടുന്നുണ്ട്. അതിമേലൊരു കുറവും വരാനും പോണില്ല, നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് $113 ഉണ്ടായിരുന്ന ബാരല്, എണ്ണയുടെ ബാരൽ $113 ഉണ്ടായിരുന്നു. അന്ന് 67 രൂപക്കാണ് പെട്രോൾ കൊടുത്തത്. ഇന്ന് വെറും $63 ഉള്ളൂ. ഇന്ന് 110 രൂപക്ക് അല്ലെങ്കിൽ 105 രൂപക്കാണ് പെട്രോൾ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നികുതി പെട്രോളിനും ഡീസലിനും കിട്ടുന്നത് കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ഒന്ന് കുറയാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും, ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടും, ഏതൊക്കെ സാധനങ്ങൾക്ക് നികുതി ഇല്ലാതാകും എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനൊരു കോസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഞാനിവിടെ പറയാണ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, വെണ്ണ, നെയ്യ്, പാലൂത് ഉൽപ്പന്നങ്ങൾ, വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, ഷാംപൂ, ഹെയർ ഓയിൽ, കുട്ടികളുടെ നാപ്കിൻ, ക്ലിനിക്കൽ ഡേപ്പർ, കണ്ണട, AC, 32 ഇഞ്ച് മുകളിലുള്ള TV, അതായത് 32 ഇഞ്ചാണ് സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ ഉപയോഗിക്കുക. അതിൻ്റെ മുകളിലുള്ള TVക്ക് വില കുറയും. മോണിറ്റർ, പ്രൊജക്ടർ, ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ, മാർബിൾ, ഗ്രാനൈറ്റ്, സിമൻറ്റ്, കൃഷി, ചികിത്സ, വസ്ത്രമേഖല, 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, ഇതൊക്കെ വില കുറയുന്നതിൽ പെട്ടാണ്. ഇനി വില കൂടുന്ന ഐറ്റംസ് ഉണ്ട്. പുകയില, പാൻ മസാല, ലോട്ടറി, ആഡംബര വാഹനങ്ങൾ, 20 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ വിലയുള്ള 4 ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ, 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ, കാർബണേറ്റ് പാനീയങ്ങൾ, മധുരം ചേർത്ത് വരുന്ന ഫ്ലേവേഡ് പാനീയങ്ങൾ, 2,500 രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഇതാണ് വില കൂടുന്നത്. പിന്നീട് ഒരുപാട് ഐറ്റംസ് മരുന്നുകൾക്ക് വില കുറയുന്നുണ്ട്. കുറേ മരുന്നുകൾക്ക് നികുതി ഇല്ലാതാകുന്നുണ്ട്. അതുപോലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, പെൻസിലുകൾ, അങ്ങനത്തെ പേപ്പറുകൾ, കാര്യങ്ങളൊക്കെ അതിനൊക്കെ നികുതി ഇല്ലാതാകുകയാണ്. പിന്നെ കുട, ചെരുപ്പ്, 2,500 താഴെയുള്ള വസ്ത്രങ്ങൾ, 2,500 മുകളിലേക്ക് പോയ നികുതി കൂടും. 2,500 താഴെയുള്ള വസ്ത്രങ്ങൾക്കൊക്കെ 18%, 10% കുറയും. അതായത് 1000 ഉറുപ്പ്യൻ്റെ ഒരു ഡ്രസ്സ് എടുത്താൽ അതിൽ 100 രൂപ കുറയും. അതാണ് കണക്ക്. ഇപ്പോൾ 1,00,000 രൂപയുടെ ബൈക്ക് എടുത്താൽ അതിന് 18% നികുതിയുള്ളൂ, 10,000 ഉറുപ്പ്യ കുറയും. 10 ലക്ഷം രൂപയുടെ ഒരു കാർ എടുത്താൽ 1,00,000 രൂപ കുറയും. ഇതാണിപ്പോൾ ഇത്. അതായത് ഇതിനൊക്കെ 28% ഉള്ളത് 18% കുറഞ്ഞു. കുറേ സാധനങ്ങൾക്ക് 12% കുറഞ്ഞു. കുറേ സാധനങ്ങൾക്ക് 5% കുറഞ്ഞു. കുറേ സാധനങ്ങൾ നികുതി ഇനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് മുതലത് പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഇളവ് കിട്ടിക്കൊള്ളണം എന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തേക്ക് എന്തെങ്കിലും
ആ ഇളവ് കിട്ടാൻ സാധ്യതയില്ല. കാരണം അവരൊക്കെ പുതിയ GST ഇതുവരെയുള്ള GST പ്രകാരം ഇറക്കിയിട്ടുള്ള സാധനങ്ങളാണ്. ആ GST അവർ ഒഴിവാക്കി തന്നാൽ അവർക്ക് എവിടുന്നാണ് ആ പണം കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാൽ സൂപ്പർ മാർക്കറ്റുകളും മാളുകളിലും പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ നികുതി നമുക്ക് ഇളവാക്കി കിട്ടും. കാരണം അവരൊക്കെ അടിക്കുന്നത് നികുതി ബില്ലുകളാണ്, GST ബില്ലുകളാണ് അവർ നമുക്ക് അടിച്ചു വരുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നികുതി നമുക്ക് ഇളവ് ചെയ്ത് കിട്ടും. നല്ല ഇളവുകളുണ്ട്. സോപ്പുമ്മൽ, ചീർപ്പുമ്മൽ, കോൾഗേറ്റുമ്മൽ, വാഷിംഗ് പൗഡർമ്മലൊക്കെ ഉണ്ട്, നല്ല ഇളവുണ്ട്. നല്ല ഇളവ് എന്ന് പറയുമ്പോൾ 10% കുറഞ്ഞാൽ തന്നെ 1000 റുപ്യയുടെ സാധനത്തുമ്മൽ 100 റുപ്യ കുറയും. മനസ്സിലായില്ലേ? 10,000 റുപ്യയുടെ സാധനത്തുമ്മൽ 1000 റുപ്യ കുറയും. ഇപ്പോൾ 100 റുപ്യ വിലയുള്ള ഒരു വാഷിംഗ് പൗഡറിനാണെങ്കിൽ അതിന് 10 റുപ്യേൻ്റെ കുറവുണ്ടാവും. 90 റുപ്യ വരുള്ളൂ. 17 കുറയുന്നുണ്ട്, 12 കുറയുന്നുണ്ട്. അങ്ങനെ 28% നികുതി ഏർപ്പെടുത്തിയിരുന്നത് മാക്സിമം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പല സാധനങ്ങൾക്കും ഈ ഇളവ് ഉണ്ടാവും, വാഹനങ്ങൾക്കും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഒരു 20 ലക്ഷത്തിൻ്റെ ഒക്കെ മുകളിലുള്ള വാഹനങ്ങൾക്ക് 40 ലക്ഷത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾക്ക് വില കൂടും. 20 ലക്ഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് GST കുറയും. 28% ഉള്ളത് 18% മാറും. 10% കുറവുണ്ടാവും. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺവിറ്റ, കുട്ടിക്കൂറ പൗഡർ, പോൺസ് പൗഡർ, ലെക്സ് സോപ്പ്, ചന്ദ്രിക സോപ്പ്, ഇങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ. അതിൽ കച്ചവടക്കാർക്ക് ചെറിയ ലാഭമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഈ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സാധനങ്ങൾ നമ്മളെ മുന്നിലേക്ക് തള്ളിത്തരൂല, ലാഭം കുറവായതുകൊണ്ട്. അതാരെ ചോദിക്കുമ്പോൾ എടുത്തു തരും. ബേക്കറികളിലായാലും മറ്റ് കടകളിലായാലും ഹോർലിക്സൊക്കെ ഇപ്പോൾ 197 റുപ്യ ഹോർലിക്സിന് വില ഉണ്ടെങ്കിൽ ആ 7 റുപ്യ ലാഭം ഉണ്ടാവുള്ളൂ. ചില ആളുകളൊക്കെ ആ ഹോർലിക്സ് വാങ്ങിയിട്ട് 190 എടുത്തോളി 10 ഇടന്നാടി മതി, പക്ഷേ ആ 7 റുപ്യയുമേ ലാഭം ഉണ്ടാവുള്ളൂ. അത് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അതിന്മേൽ ലാഭം കുറവാണ്. പക്ഷേ അതിന്മേലൊക്കെ GST കുറയുന്നതോടുകൂടി ഉപഭോക്താവിന് നല്ല കുറവുണ്ടാവും. ഈ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സാധനത്തിലൊക്കെ 12%, 18%, 22% വരെ നികുതിയുള്ള സാധനങ്ങളുണ്ട് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ടാവും. അത് സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തെ കടകളിൽ പോയാൽ ഒരു മാസത്തോളം കിട്ടാൻ സാധ്യതയല്ല. ഇനി ആ GST കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടേ അതൊക്കെ കിട്ടാൻ പോകുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള വില നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ആ GST കുറച്ച് കിട്ടാനും ആളുകളോ സൂപ്പർ മാർക്കറ്റുകളോ സന്ദർശിക്കുക, അവിടെ പോയി സാധനം വാങ്ങി കഴിഞ്ഞാൽ ഇന്ന് മുതൽ തന്നെ നമുക്ക് ആ കുറവുണ്ടാവും. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നതാണ് നിത്യോപയോഗ സാധനങ്ങളെ വില കുറക്കാതെ പാല് റോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദ്യം മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും പിണറായി സഖാവിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വേണ്ടിയത്. ഇപ്പോൾ ഇവിടെ ബാലഗോപാലൻ ധനകാര്യമന്ത്രിയൊക്കെ നിലവിളിക്കുകയാണ്. കാരണം ഈ GST കുറയോടുകൂടി ചുരുങ്ങിയത് 8,000 9,000 കോടിൻ്റെ കമ്മി ഉണ്ടാവും സംസ്ഥാനത്തൊക്കെ. ആ കമ്മി എങ്ങനെ കേന്ദ്രം കൊടുക്കുന്നുള്ളതിനെക്കുറിച്ച് എല്ലാ സംസ്ഥാനങ്ങളും യോഗം കൂടാൻ പോവുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അമിതമായ നികുതി ജനങ്ങൾക്ക് കുറഞ്ഞല്ലോ എന്ന സമാധാനം ഒരു സംസ്ഥാനത്തിലും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് നികുതി ഭാരം കുറഞ്ഞല്ലോ പറഞ്ഞ് ഒരു സമാധാനം ഉണ്ടാവില്ല. പകരം ഇവർക്ക് ഈ കിട്ടുന്ന നികുതി പോയല്ലോ എന്നുള്ള ബേജാറേ ഓരോ സംസ്ഥാനത്തിനും ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിന് ആ ബേജാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ആയിരക്കണക്കിന് കോടി ഉറുപ്പികയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ നികുതി ഇളവിലൂടെ എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് 5% മുതൽ 12% വരെ മൻമോഹൻ സിംഗ് നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ 12% നികുതി വന്നതൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും വാഹനങ്ങൾക്കും സ്വർണത്തിനൊക്കെ ഇനി. ഇവിടെ 22% വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് നരേന്ദ്രമോദി നികുതി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പരിഷ്കരിക്കണമെന്ന് പല ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടും നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ അതിന് തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നു, ഇനി ആരും പട്ടിണി കിടക്കണവരുണ്ടാകരുത്, എല്ലാവരും ഭക്ഷണം കഴിച്ച് ജീവിക്കണം, എല്ലാവരും സ്നേഹിച്ചിട്ടും നല്ലത്. കാരണം ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയാം, ഇഷ്ടംപോലെ നികുതി പെട്രോൾ മൊന്നും ഡീസൽ മൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ നിന്നുള്ള ഒരു ഇളവ് നമുക്ക് ഇന്ന് മുതൽ കിട്ടിത്തുടങ്ങും.